ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനുമായിട്ടാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കാം. പതിപോലെ തന്നെ രാവിലെ 5 മണിക്ക് എണീക്കും. എന്നിട്ട് ശുഭനമസ്കാരവും ഓത്തും കാര്യങ്ങളും വർക്കൗട്ടും കുളിയും എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഒരു 6:15 6:15 പാല് വരും. പാല് വന്നു കഴിഞ്ഞാൽ പാല് വാങ്ങാൻ പോകും. എന്നിട്ട് ചായക്കുള്ള വെള്ളം വെക്കലാണ്. ഇന്നിപ്പില്ലേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ചന മസാലയും പിന്നെ ബട്ടൂരയാണ്. അപ്പോൾ ബട്ടൂര കുറച്ച് നേരത്തെ കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ വെക്കും മുമ്പേ ബട്ടൂരക്കുള്ള മാവ് കുഴച്ചെടുക്കലാണ്. അപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദക്ക് പകരം ആട്ടപ്പൊടി എടുക്കുക. 1 കപ്പ് ആട്ടപ്പൊടിയും 1 കപ്പ് മൈദയും കൂടി എടുക്കുക കേട്ടോ. ഇങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ മൈദയാണ് എടുക്കുന്നത്. ആ ഒരു ഹോട്ടൽ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മൈദ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൈദ ആദ്യം ഇട്ട് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് റവയാണ്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നിൽ ഈ ഒരു ചന മസാലൻ്റെയും ബട്ടൂരൻ്റെയും റെസിപ്പി ഞാൻ 1 വർഷം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞ ഒരു റെസിപ്പിയാണിത്. കാണാത്തവരാണെങ്കിൽ കണ്ടുനോക്കാം. ഇത് വേറൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ റവ ചേർത്ത് കൊടുത്തില്ലേ, അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂണിൽ കുറവ് ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടെന്ന് കാണാത്തവർ കണ്ടോക്കെ. ഇർഫാന ഷംഷീർ ചന മസാല ബട്ടൂര റെസിപ്പി എന്നല്ല ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കുക. ഇതിലേക്കില്ലേ കുറച്ചായിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണം. ഞാനിപ്പോൾ പച്ചവെള്ളം ഒന്നിട്ട് എടുക്കുന്നത് 1 കപ്പ് കറക്റ്റ് 1 കപ്പ് വെള്ളം വേണം. പക്ഷേ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കൂലേ അതുപോലെ നല്ലോണം ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുഴച്ചെടുക്കുന്ന ടൈമിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ടും കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ കുറച്ച് ഓയിലും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെക്കുക. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിക്ക് വെക്കുക. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ബട്ടൂര. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ഐറ്റംസ് എല്ലാം മാറ്റി വെച്ചിട്ടില്ലേ ചായക്കുള്ള പാലും കൂടി തിളപ്പിച്ചെടുക്കാൻ വെക്കലാണ്. അപ്പം ഞാൻ പുറത്തുനിന്ന് സൊസൈറ്റി പാലാണ് വാങ്ങൽ. അപ്പോൾ ആ പാല് തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായക്ക് വെള്ളം വെക്കാൻ പോകുമ്പം ഫ്രിഡ്ജിൽ പാക്കറ്റ് പാലുണ്ട്, ഡേറ്റ് കഴിഞ്ഞു പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായ ഒഴിവാക്കിയിട്ട് കോഫിക്ക് വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിക്കാൻ വെക്കലാണ് കേട്ടോ. 2 പാക്കറ്റ് പാലുണ്ട്. നാളെയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് പോയി പോവും, ഡേറ്റ് കഴിഞ്ഞു പോവും. അപ്പോൾ പാക്കറ്റെല്ലാം പൊളിച്ചിട്ട് ഇത് തിളപ്പിക്കാൻ വെക്കലാണ്. പാല് തിളപ്പിക്കാൻ വെച്ചിട്ടില്ലേ ഉള്ളിയും തക്കാളിയും എല്ലാം കട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിന്. ഈ ഒരു പാലിൽ നിങ്ങൾ ഇങ്ങനെ കാണുന്നത് നോക്കണ്ട. ഇത് നല്ലോണം തിളച്ച് മറിഞ്ഞിട്ട് ഈ അടുപ്പിലില്ലേ ഞാൻ ഒന്നുകൂടി തുടച്ചിട്ട് 2ാമത് തിളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ആ ഒരു ഭാഗം കട്ടാക്കിയതാണ്. ഇനിയിപ്പോൾ ഞാൻ ഉക്കിയും കൂടിയിട്ട് കോഫി കുടിക്കലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോഫി കുടിക്കാൻ വേണ്ടിക്ക്. ഇപ്പം കുറവ് തന്നെയാണ്. നോമ്പ് കഴിഞ്ഞിട്ട് ഇത് ആദ്യമായിട്ടായിരിക്കും നമ്മൾ കോഫി കുടിക്കുന്നത്. നോമ്പിനധികം ചായ കുടിക്കലുണ്ട്. രാവിലെ അത്താഴത്തിൻ്റെ ടൈം തലവേദന ഉണ്ടാവും.
മൈസക്കാണ് അധികവും തലവേദന ഉണ്ടാവില്ലേ. ഓള് പറഞ്ഞ് ഇപ്പം എനിക്ക് ശീലമായി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ രണ്ടാളും കൂടിയിട്ട് കുറച്ച് ടൈം വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ കോഫി കുടിക്കും. ബിസ്ക്കറ്റോ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കലുണ്ട് കേട്ടോ. ഇന്നിപ്പം ബിസ്ക്കറ്റൊന്നും ഇല്ല, സാധനമെല്ലാം തീർന്നിട്ടുണ്ട്. ഞാനില്ലേ നേരത്തെ ബട്ടൂരക്ക് പകരം എന്താ പറയുക, ബട്ടൂരക്ക് ഉപ്പല്ല ചേർത്ത് കൊടുത്ത, ഉപ്പെല്ലാം തീർന്നു വെച്ചിട്ടുണ്ടായിന്. ഞാൻ ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുത്തത്, ഞാൻ ഉപ്പ് എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഗാർഡനിൽ എന്താ പറയുക, ഞാൻ കുറച്ച് പച്ചക്കറി തോട്ടം ഒരുക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അത് എന്താ പറയുക, അതൊന്ന് ക്ലീൻ ചെയ്യാനെല്ലാം ഉണ്ട്. വാടിയ ഇലയെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് അങ്ങനെ എന്താ പറയുക ഒന്ന് വൃത്തിയാക്കി എടുക്കലാന്ന് കേട്ടോ. ഒരു കോട്ടയാടിയിലെ ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് തന്നെ അധികം എന്താ പറയുക ഈ ഒരു പച്ചക്കറി ചെടികളൊന്നും നിൽക്കുന്നില്ല, പെട്ടെന്ന് വാടിപ്പോന്ന്. എന്താ പറയുക എന്താ പറയുക 2-3 ദിവസം മുന്നേ ആ ഒരു ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്ന ലീഫെല്ലാം കണ്ട അതെല്ലാം മൊത്തത്തിൽ വാടിപ്പോയതാണ്. കുറച്ച് വെള്ളം ഒഴിക്കാനൊന്ന് താമസിച്ച് മതി, എന്നേരം തന്നെ മൊത്തത്തിൽ വാടിപ്പോവും. ഞാനിപ്പോൾ 2 നേരമായിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കലുണ്ട്. ഇതാ മൻഹൻ്റെ ഓൺലൈൻ ക്ലാസ്സാണ്. ഇപ്പം കുട്ടികൾക്ക് വെക്കേഷൻ അല്ലേ, ഈ ഒരു ടൈമിൽ നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ബേസിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൈമാണ് കേട്ടോ. മൻഹ എല്ലാ വിഷയത്തിനും ഓക്കെയാണ്, പക്ഷെ മാത്സ് കുറച്ച് ടഫാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാവശ്യം ബാൻസോ എന്ന് പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ ഇവളെ ചേർത്തിട്ടുണ്ടായിന്. ഇവരെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ നല്ല ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ മൻഹാനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവൾ നല്ല ആക്റ്റീവായിട്ടില്ലേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഒക്കെ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയുക, മാത്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്നാണെന്നുള്ളൂ പറയുന്നത്. ഞാനും അതുകൊണ്ട് തന്നെ ഹാപ്പിയാണ് കേട്ടോ. ചില കുട്ടികൾക്ക് മാത്സ് ഭയങ്കര പേടിയായിരിക്കൂലേ, മാത്സ് പേടി കൊണ്ട് എന്താ പറയുക ടീച്ചേഴ്സിനെല്ലാം പേടി കൊണ്ട് ക്ലാസ്സിൽ തന്നെ പോകില്ല എന്ന് പറയുന്ന കുട്ടികളെല്ലാം ഉണ്ട്. അപ്പം മാത്സിലെ ബേസിക് ഇഷ്യൂസ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ബാൻസും. വേൾഡ് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്ന് അറിയപ്പെടുന്ന നീലകണ്ഠം ബാനുവാണ് കേട്ടോ ഈ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. ഇനിയിപ്പോൾ ഇതാ കറി ഉണ്ടാക്കാൻ പോലാണ്. ഞാൻ ഇതാ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂണിലും കുറവ് ചെറിയ ജീരകില്ലേ, ക്യുമിൻ സീഡ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. കറാമ്പൂ, പട്ട, ഏലക്ക എല്ലാം കൂടി കുറച്ച് മതി കേട്ടോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ 2 ഉള്ളി ചെറുതായിട്ട് മീഡിയം സൈസിലുള്ള 2 ഉള്ളി ചെറുതായിട്ട് കൊത്തിയിരുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും ഉള്ളിയെല്ലാം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിൽ പേസ്റ്റ് ആക്കിയിട്ടും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. എന്നിട്ട് ഉള്ളി നല്ലോണം വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ എന്താ പറയുക, ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും 2-3 പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതിട്ട് കൊടുക്കുക. ഒരു 3 തക്കാളി ചെറുതായിട്ട് കട്ടാക്കി എടുത്തത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ല് മാറിയ ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ.
എന്നിട്ട് തക്കാളിയും കൂടി നല്ലോണം കുക്കാക്കിയെടുക്കുക. ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ ഒരു തക്കാളി നല്ലോണം പേസ്റ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നാൽ കറിയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് എന്താ പറയുക കടല ചേർത്ത് കൊടുക്കുക, പക്ഷേ തക്കാളിയിലൊന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ തക്കാളി നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കുറച്ച് ഉപ്പും ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സോറി, മഞ്ഞൾപ്പൊടി എല്ലാവർക്കും ഉണ്ടാവും. എൻ്റെ മഞ്ഞൾപ്പൊടിയെല്ലാം തീർന്നോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. സോറി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ച കടല, വെള്ളത്തിൽ ഒന്ന് തലേദിവസം കുതിർത്ത് വെച്ച കടലയാണ്. വെള്ളം ഒന്ന് ഊറ്റിയിട്ട് നല്ലോണം കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. കടല നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അതിനനുസരിച്ച് ഉള്ളിയും തക്കാളിയെല്ലാം കൂട്ടിയും കുറച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1.5 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ഒരു 6 വിസിൽ അല്ലാന്നുണ്ടെങ്കിൽ 5 വിസിൽ വരെ വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ആ ഒരു ടൈമിൽ ഭട്ടൂര ഞാൻ പരത്തിയെടുക്കലാണ്. ഈ ഒരു അളവിലെ ഞാൻ ഈ പറഞ്ഞ അളവിൽ വലുതാണെങ്കിൽ ഒരു 5 ഭട്ടൂര റെഡിയാക്കി എടുക്കാൻ പറ്റും. ചെറുതാണെങ്കിൽ ഒരു 8 ഭട്ടൂരയെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പം കുറച്ച് വലിയ ഭട്ടൂരയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു ടൈമിൽ ഞാൻ അന്നേരം ആവുന്ന പാത്രങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതിലന്നേരം തന്നെ കഴുകിയെടുക്കും. പിന്നെന്താ, ഫ്രിഡ്ജിൽ എന്തെങ്കിലും പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നനഞ്ഞ തുണി കൊണ്ടുപോയിട്ട് തുടച്ചിട്ട് ആ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കും. അങ്ങനെ ടൈം കളയലില്ല കേട്ടോ. നമ്മളെന്തെങ്കിലും വേവിക്കാനെല്ലാം വെച്ച ടൈമിൽ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പണികൾ ഈസി ആയിട്ട് തോന്നും. ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ എല്ലാ ഭാഗവും ഒരുപോലെ കട്ടി ഉണ്ടാവണം കേട്ടോ, എന്നാലന്ന് പൊങ്ങി വരാം. അപ്പോൾ ഭട്ടൂരയും കൂടി ഇട്ട് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം കേട്ടോ. ഇതിലുണ്ടാക്കുമ്പോൾ നല്ല ഫ്ലെയിം ഉണ്ടാകണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എന്നാലാണ് നല്ലോണം പൊങ്ങി വരാം കേട്ടോ. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും കളർ ഒരുപോലെ ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ നിന്ന് കോരുമാറ്റം. ഈ ഒരു കളറിൽ തന്നെ എടുക്കണമെന്നില്ല. കുറച്ചുകൂടി കളർ എന്താ പറയുക, കുറച്ചുകൂടി നല്ലോണം എന്താ പറയുക, ഒന്നും മുരിഞ്ഞ് വന്നിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലോണം തിളപ്പിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ട് ഇതിലേക്ക് കസൂരി മേത്തി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും ഒരു ചെറുനാരങ്ങ പകുതി പിഴിഞ്ഞ് കൊടുക്കുക. കുറച്ചധികം മല്ലിയില, ഒരു കഷ്ണം ഉള്ളി എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് കട്ടാക്കിയ കക്കിരിയിലെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. കക്കിരിയെല്ലാം വെച്ചത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിന്, അത് കണ്ടോക്കാം കേട്ടോ. ഇപ്പോൾ ഇക്കാക്കുള്ള ഫുഡും എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഞാനിത് പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങിലേക്ക് പോലാണ്. പിന്നെ രാവിലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ മടി പിടിക്കാണ്ട് രാവിലെ തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പണികൾ തീരും കേട്ടോ. ഒരു 8:30-9 മണിയാകുമ്പോഴേക്ക് നമ്മുടെ എല്ലാ പണികളും തീരും. മടി പിടിച്ചിട്ടിരുന്നതിനാൽ വേണ്ട പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 3 മണിയായാലും 4 മണിയായാലും വൈകുന്നേരം 4 മണിയായാലും നമ്മുടെ പണി അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ വേഗം ഫുഡെല്ലാം കഴിഞ്ഞോടെ തന്നെ വേഗം ക്ലീൻ ആക്കി എടുക്കലാണ്. ആ ഫുഡ് ഉണ്ടാക്കുന്ന ടൈം തന്നെ പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ട് ആ ഒരു പണിയില്ല. ഇനിയിപ്പം കൗണ്ടർ ടോപ്പും മൊത്തത്തിൽ തുടച്ചെടുക്കലാണ്. ഡെയിലി
ഇതുപോലെ എന്താ പറയുക ഉൾഭാഗമൊന്നും തുടച്ചെടുക്കില്ല. ഡെയിലി ഞാൻ തുടക്കുമ്പം എന്താ പറയുക 2 ദിവസം കൂടുമ്പം മാത്രമൊന്നും ഇങ്ങനെ മൊത്തത്തിൽ ഈ ഒരു പൊടി പിടിച്ചിട്ടുണ്ടാവും. എങ്ങനെയായാലും പൊടി ഉണ്ടാവും, ഈ ഒരു ഉറുമ്പും പ്രാണികളെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെ 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ തുടച്ചെടുക്കും. ഡെയിലി കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു കാണുന്ന ഭാഗങ്ങൾ മാത്രം അങ്ങനെ തുടച്ചു പോകും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഗ്ലാസിൻ്റെ ഐറ്റംസ് എല്ലാം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ ടിഷ്യൂട് അതിൻ്റെ ഒരു കലകളും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ തുടച്ചെടുക്കലാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും കാണാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ ഡെയിലി നമ്മളിങ്ങനെ ഓരോരോ കാണുന്ന ഭാഗങ്ങളെല്ലാം അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാലല്ലേ കിച്ചണായാലും വീടായാലും എപ്പോഴും പുതിയതുപോലെ ഉണ്ടാവും, ഫ്രഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞാനില്ലേ തുടച്ച തുണിയോടെ തന്നെയല്ല കേട്ടോ തുടക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ആ ഒരു തുണി ഒന്ന് ഓമ്പി കഴുകിയിട്ട് ഒന്ന് പിഴിഞ്ഞിട്ടാണ് വീണ്ടും തുടക്കുന്നത്. അത് പിന്നെ കൂടെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിക്കാത്തതാണ്. അങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാനും കിച്ചണിൽ കയറുമ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. എന്താ പറയുക, കുക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഒരു നല്ല സ്മെല്ലും കാര്യങ്ങളെല്ലാം ആയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇട്ടിട്ട് പോവുക, കൗണ്ടർ ടോപ്പിൽ മൊത്തത്തിൽ നാശാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് കിച്ചണിലേക്ക് കയറാനൊരു മടിയായിരിക്കും. അതുകൊണ്ട് അന്നേരമില്ലേ കാര്യങ്ങൾ അന്നേരം തന്നെ തീർത്ത് കഴിഞ്ഞാൽ കിച്ചണ് നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതെൻ്റെ കിച്ചണിലെ കാര്യങ്ങളും പണികൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നോമ്പെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മടി തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ഉച്ചക്കത്തെ ലഞ്ച് റെഡിയാക്കാനെല്ലാം. പക്ഷെ ഇപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. മടി പിടിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ബെഡ്ഷീറ്റെല്ലാം വിരിക്കലാണ്. ഇത് രണ്ടിലേക്ക് കണ്ണിലിടുന്നതാണ് കേട്ടോ. രാത്രി ഞാൻ ലൈറ്റ് ഇട്ടിട്ടാണ് കിടന്നുറങ്ങാം. കുറച്ച് വെളിച്ചുള്ള ലൈറ്റ് തന്നെ ഇടും. കാര്യം എനിക്ക് നല്ല പേടിയാണ്. ഇരുട്ടത്ത് ഞാൻ എന്താ പറയുക കിടക്കലേ ഇല്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇക്കാക്ക അതൊരു ശല്യമായിട്ട് തോന്നുന്നുണ്ട് ഇക്ക കണ്ണിലിടാൻ വേണ്ടിയിട്ട് അത് വാങ്ങിയതാണ്, ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം രണ്ടാൾക്കും പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കില്ലേ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് കിടന്നിട്ടുണ്ടാവില്ല, ഇരുട്ടിൽ റൂമിൽ കിടന്നിട്ടുണ്ടാവില്ല. ഞാൻ അഥവാ ഒറ്റയ്ക്കാണെങ്കിൽ ലൈറ്റ് ഫുൾ എന്താ പറയുക നല്ല വെളിച്ചുള്ള ലൈറ്റ് ഇട്ടിട്ട് കിടന്നുറങ്ങും. കാര്യം എനിക്ക് ആരെങ്കിലും വരുമോ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രേതത്തിനെല്ലാം ഭയങ്കര പേടിയാണ്. പ്രേതമൊന്നും ഇല്ല, എന്നാലും എനിക്ക് അങ്ങനെയെല്ലാം എന്താ പറയുക എന്തെല്ലോ പോകുന്ന പോലെ കൊക്കയ്ക്ക് നമ്മൾ പുറത്തിയും എന്തെങ്കിലും ഡ്രസ്സെല്ലാം കൊളത്തൂലേ, ആരെല്ലാം നിൽക്കുന്ന പോലെല്ലാം തോന്നും. എനിക്ക് എന്താ പറയുക ഭയങ്കര പേടിത്തൊണ്ടിയാണ് ഞാൻ ആ കാര്യത്തിലെല്ലാം. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ടാണ് കിടന്നുറങ്ങൽ. പിന്നെന്താ ഇനിയിപ്പോൾ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ച് എന്നിട്ട് അടിച്ചു വാരി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഡെയിലി തുടക്കൂല. എപ്പോഴും പറയുന്നത് തന്നെയാണ് കിച്ചണും സെൻട്രാളും മാത്രം ഡെയിലി തുടക്കും. കാര്യം കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും കിച്ചണിൽ ഓയിലും വെള്ളമെല്ലാം തെറിക്കും. അപ്പം കിച്ചണും സെൻട്രാളും മാത്രം ഡെയിലി തുടക്കും. ബാക്കിയെല്ലാം അടിച്ചു വാരിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്യും, എല്ലായിടത്തും ഒന്ന് സ്പ്രേ അടിച്ചു കൊടുക്കും. ഈ ഒരു സ്പ്രേ ഏതാണെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിന് റമദാൻ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ അടിച്ചു തരാം. അതില്ലേ വിക്ടോറിയ സീക്രട്ട് എന്ന് പറഞ്ഞൊരു സ്പ്രേ ഇല്ലേ, അത് നമ്മൾ പൊടിക്കടിക്കുന്നതാണ്. ഞാൻ പിന്നെ വീട്ടിൽ നല്ലൊരു സ്മെല്ലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ വീടെല്ലാം നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ബെഡ്ഷീറ്റിനെല്ലാം ഇങ്ങനെ സ്പ്രേ എന്തെങ്കിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും, ഒരു ഫ്രഷ് ഫീലായിരിക്കും. അപ്പം അന്നത്തെ ദിവസം വിഷു ആണ് കേട്ടോ. അപ്പം അപ്പുറത്തുനിന്ന് ഏച്ചിയിലെ എല്ലാ ഫുഡ് ഐറ്റംസും കൊടുത്തുവിട്ടിട്ടുണ്ടായിന്. പായസം, എന്താ പറയുക പുളിശ്ശേരി, സാമ്പാർ, ചോറ്, പപ്പടം, ചിക്കൻ കറി, പിന്നെന്താ പുളിയിഞ്ചി, അങ്ങനെ എല്ലാ ഐറ്റംസും. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താ പറയുക ഉണ്ണിയപ്പം, അവരെ വിശേഷ ദിവസങ്ങളിൽ അവർ നമുക്ക് കൊണ്ടുതരും, നമ്മളെ വിശേഷ ദിവസങ്ങളിൽ നമ്മളും കൊണ്ടു കൊടുക്കും കേട്ടോ. എല്ലാം അടിപൊളി ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ വിഷു ഓണെല്ലാം വന്നു കഴിഞ്ഞാൽ എന്തായാലും അവരങ്ങനെ കൊണ്ടുവരും. ഇനിയിപ്പോൾ ഇതാ ഒക്കെ വായിലെല്ലാം കഴുകിയിട്ട് വായിലയിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.